അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിനിയാഡ് ചർച്ചിൻ്റെ ഈ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ നിങ്ങളോടൊപ്പം കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാസ്റ്റിംഗ് പ്രയറിലും ഒരു സെഷൻ എനിക്ക് വന്ന് ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടെ ഇവിടങ്ങളിൽ പരിപാലിക്കുന്നത് ഓർത്ത് കർത്താവിനെ മഹത്വം കരയറ്റുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ തക്കോണം സമർപ്പണത്തോടു കൂടി ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായി തീരുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗങ്ങളിൽ മനുഷ്യൻ്റെ കരം പ്രതികൂലമായി തീർന്നപ്പോൾ, മനുഷ്യനെതിരായി തീർന്നപ്പോൾ, രാജാക്കന്മാർ, ദേശം ഭരിക്കുന്നവർ എതിരായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ കരം തൻ്റെ ജനത്തിന് അനുകൂലമായി വന്നതുകൊണ്ട് അവരെ ഏൽപ്പിച്ച പ്രവൃത്തി വേല തികയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞു. നെഹമ്യാവിൻ്റെയും എസ്രയുടെയും ഒക്കെ ചരിത്രം അതാണ് പ്രിയമുള്ളവരെ. അവരൊന്നും പ്രവർത്തിച്ചത് ഫേവറബിളായിട്ടുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നില്ല. എല്ലാം അനുകൂലമാകുന്ന പരിസ്ഥിതിയിൽ, പ്രവർത്തിക്കാൻ എളുപ്പമുള്ള പരിസ്ഥിതിയിലായിരുന്നില്ല അവർ ആലയം പണിതത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ശലോമോൻ രാജാവ് ആലയം പണിത ചരിത്രം നമുക്കറിയാം. ഏറ്റവും മനോഹരമായ ആലയമാണ് പണിതത്. പക്ഷേ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശലോമോന് ആലയം പണിയാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം അവൻ്റെ പിതാവ് ആലയം പണിയാൻ വലിയ കൊതിയോടുകൂടി ജീവിച്ച മനുഷ്യനാണ്. അത് തനിക്ക് കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആലയത്തിൻ്റെ ഡിസൈൻ ഉൾപ്പെടെ റെഡിയാക്കിയിട്ടാണ് പോയതെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആത്മാവിനാൽ അവൻ ആലയത്തിലെ ഓരോ ഉപകരണങ്ങളെ വരെ ക്രമമായി ക്രമീകരിച്ച് അതിൻ്റെ ഉള്ള എല്ലാ പ്ലാനും തയ്യാറാക്കിയിട്ടാണ് പോയത്. അതിനു വേണ്ടിയുള്ള പൊൻവെള്ളി സമ്പത്തൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് പോയത്. ശലോമോൻ്റെ കാര്യം എന്ത് എളുപ്പമായിരുന്നെന്നറിയാമോ? ഡിസൈനുണ്ട്, സമ്പത്തുണ്ട്, ഇനിയും പണിക്കാരെയൊക്കെ ക്രമീകരിച്ചങ്ങ് മേൽനോട്ടം വഹിച്ചാൽ മതി. പക്ഷേ എസ്രയും ജോഷുവായും സെരുബാബേലുമൊക്കെ പണിയാനിറങ്ങിയ കാലം അങ്ങനൊരു കാലമായിരുന്നില്ല. ഏതോ ദേശത്ത് പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തിനൊരു സ്വപ്നം, ഞങ്ങൾക്ക് ആലയം പണിയണമെന്ന്. അങ്ങനെ സ്വപ്നം കാണാനുള്ള അർഹതയുണ്ടോ പ്രിയമുള്ളവരെ? ഈ ജനത്തിന് സ്വപ്നം കാണാനുള്ള അർഹതയുണ്ടോ? ഒരുപക്ഷെ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന പ്രവാസദേശങ്ങളിൽ സ്വപ്നം കാണുന്നത് നമ്മുടെ പ്രാപ്തിക്ക് അപ്പുറമായിട്ടായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അനുകൂലമാണെങ്കിൽ, ഇന്നും അനുകൂലമായി നിൽക്കുന്ന കരം ദേശ അധിപതികളുടെ മനസ്സിനെ മാറ്റിയിട്ട്, കൽപ്പനകളെ തിരുത്തിയിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെക്ഷൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിയോഗമായി ചിലരോട് പറയുക. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് പറയുകയല്ല, പരിശുദ്ധാത്മാവ് ഒരു ദൂതായി പറയുകയാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ്. ഏതൊക്കെയോ മേഖലകളിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില പണികളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. നിങ്ങൾ ചിലതിനെ നോക്കി പ്രവചിച്ചാട്ട് തടസ്സപ്പെട്ട് കിടക്കുന്നത്, സ്വപ്നം കണ്ടിട്ടും നടക്കാതെ പോയത്. ഹല്ലേലൂയ. ഈ ജനത്തിന് എന്താ കൈമുതലായിട്ടുള്ളത്? ജോഷുവയ്ക്കും സെരുബാബേലിനും ഒക്കെ എന്താ കൈമുതലായിട്ടുള്ളത്? വലിയ സ്വപ്നം കണ്ടിറങ്ങുകയാണ് കേട്ടോ. ബാബിലോണിൽ പ്രവാസത്തിൽ പോയവരാണ്. അവിടെ അങ്ങ് ശാന്തമായിട്ടങ്ങ് ജീവിച്ചാൽ പോരെ? ദേശത്ത് അത്യാവശ്യം നന്മകളൊക്കെ കിട്ടാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പ്രവാസത്തിൻ്റെ ഏകദേശം അവസാന കാലമാകുമ്പോഴേക്കും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒത്തിരി പേർ ഇവരുടെ ഇടയിലുണ്ടായി. സെരുബാബേലിനെ പോലെ ഇൻഫ്ലുവൻഷ്യലായിരുന്നു. അങ്ങനെ ഒത്തിരി പേരവിടെ ഉണ്ടായി. ദാനിയേൽ ഓൾറെഡി ഉണ്ട്. സമാധാനമായിട്ട് അങ്ങ് പോയാൽ പോരെ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ആലയം പണിയേണ്ടത് അവരുടെ ആഗ്രഹം മാത്രമല്ല, അത് പ്രവാചകന്മാർ പറഞ്ഞ ദൂതിൻ്റെ നിവർത്തീകരണമാണ്. പ്രവാസത്തിൽ കേബാർ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് യെഹസ്കേൽ പറഞ്ഞ ചില ദൂതുകളുണ്ട്. പണിയാൻ പോകുന്ന ആലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആത്മകണ്ണുകൾ കൊണ്ട് കണ്ട് പ്രവാചകൻ പറഞ്ഞ ദൂതുണ്ട്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവ മഹത്വം കണ്ട പ്രവാചകൻ യെഹസ്കേലായിരുന്നു. എന്നെ അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. യെഹസ്കേൽ ദാനിയേലിൻ്റെ സമകാലികനാണ്. ദാനിയേൽ കൊട്ടാരത്തിനകത്തിരുന്ന് പ്രവചിക്കുമ്പോൾ പ്രവാസികളുടെ ഇടയിൽ ഇരുന്ന യെഹസ്കേൽ, കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരുന്ന യെഹസ്കേൽ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഈ സബ്ജക്റ്റ് ഞാൻ പഠിക്കുമ്പോൾ ദാനിയേലും യെഹസ്കേലും രണ്ട് പ്രവാചകന്മാർ, സമകാലികർ, ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ചവർ. ഞാൻ ദൈവസന്നിധിയിൽ ഈ വചനം പഠിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇത് രണ്ടും ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ട ശുശ്രൂഷയാണ്. നമുക്ക് ദാനിയേലും വേണം, നമുക്ക് യെഹസ്കേലും വേണം. ദാനിയേൽ ആരായിരുന്നു? കൊട്ടാരത്തിൽ പ്രവചിച്ച വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു നേതാവെന്ന് പറയാം. രാജകൊട്ടാരത്തിൽ വരെ ഇൻഫ്ലുവൻസ് ഉള്ള, രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർന്നു വന്ന ഒരു മനുഷ്യൻ. ദാനിയേൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ദാനിയേൽ മാത്രം പോരാ. ദാനിയേൽ കൊട്ടാരത്തിലാണെങ്കിൽ ദാനിയേൽ രാജാവിനെ സ്വാധീനിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിൽ, സാധാരണക്കാർ അധിവസിക്കുന്ന പ്രവാസികളുടെ നടുവിൽ ചിലർ വേണം. ദൂത് എന്താണെന്നറിയാമോ? ദൂത് ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്ന ദൂത്, ഒരു കൈ ജനം ശേഷിക്കുമെന്ന് ദൂത്. പ്രവാസം നിങ്ങളെ തകർത്ത് കളയത്തില്ല, ഇല്ലായ്മ ചെയ്യത്തില്ലെന്ന്, ഒരു കൈ മടങ്ങി വരുമെന്ന് ദൂത്. അങ്ങനാണെങ്കിൽ ദൈവാത്മാവിനോട് പറഞ്ഞു, ദാനിയേൽ കൊട്ടാരത്തിലിരുന്നാൽ പോരാ, ഒരു കൈ ശേഷിപ്പ് പ്രവാസത്തിൽ മിച്ചമുണ്ടാകണമെങ്കിൽ, ശേഷിപ്പുണ്ടാകണമെങ്കിൽ, പ്രവാസികളുടെ ഇടയിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു യെഹസ്കേൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് യെഹസ്കേലിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഈ ജനത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ദാനിയേലിനോട് അങ്ങനെ പറയാഞ്ഞത്? ദാനിയേലിൻ്റെ ശുശ്രൂഷ വേറെയാ. അവൻ രാജ്യങ്ങളെക്കുറിച്ചാണ് പ്രവചിക്കുന്നത് കേട്ടോ. അവൻ രാജ്യങ്ങളെ, രാജാക്കന്മാരെ കുറിച്ചാണ് പ്രവചിക്കുന്നത്. ബാബിലോണിനെ കുറിച്ച് മാത്രമല്ല, ഇനിയും വരുന്ന മേദ്യപാർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ച്, ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് ഒക്കെ അവൻ പ്രവചിക്കുക. അവൻ്റെ പ്രവചനം, അവൻ്റെ പ്രോഫസി രാജ്യങ്ങളെക്കുറിച്ചാണ്, രാജാക്കന്മാരെക്കുറിച്ചാണ്. എന്നെ ഒന്ന് കേൾക്കണമേ. നമ്മളോടൊക്കെ ചില ദൈവദാസന്മാർ ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ രാജാക്കന്മാരോട് പ്രവചിക്കും, നീ പ്രസിഡന്റുമാരോട് പ്രവചിക്കും. നമുക്ക് കേൾക്കാൻ നല്ല സുഖമാണ്, സന്തോഷമാണ് കേട്ടോ. പക്ഷേ അത് മാത്രമല്ല ശുശ്രൂഷ എന്ന് മറന്നു പോകരുത്. ദാനിയേലിനോട് ദൈവം പറഞ്ഞില്ല, ഞാൻ നിന്നെ ജനത്തിൻ്റെ കാവൽക്കാരനാക്കുന്നതെന്ന്. കാരണം അവൻ്റെ വിളി രാജാക്കന്മാരോട് പ്രവചിക്കാനാണെങ്കിൽ, അതേ കാലഘട്ടത്തിൽ പ്രവാസികളുടെ നടുവിൽ ജീവിച്ച ഒരു യെഹസ്കേലുണ്ട്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാവൽക്കാരൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. ദാനിയേൽ ഇങ്ങനെ പ്രവചിച്ച് കയറി അങ്ങ് പോകും. പക്ഷേ എനിക്കൊരുപിടി ആത്മാക്കൾ ബാക്കി വേണമെങ്കിൽ കൊട്ടാരം പ്രവാചകന്മാരല്ല, ജനത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന, പ്രവാസികളുടെ ഇടയിൽ നിൽക്കുന്ന കാവൽക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. നമുക്കെല്ലാം കൊട്ടാരം പ്രവാചകന്മാരാകാൻ ഇഷ്ടമാകട്ടോ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് ചോദിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ നടുവിൽ കാവൽക്കാരനാകുവാൻ, പ്രവാസത്തിൽ പ്രവചിക്കുവാൻ ആർക്ക് കഴിയുമെന്ന്. ഏറ്റവും കൂടുതൽ ദൈവമഹത്വം കണ്ടിട്ടുള്ള വ്യക്തിയാണ് യെഹസ്കേൽ. കത്തുന്ന ശുക്ല സ്വർണത്തിൻ്റെ പോലെയുള്ള കാഴ്ച, ഖെരൂബുകൾ മൂവ് ചെയ്യുന്ന കാഴ്ച, ഖെരൂബുകൾ ചലിക്കുന്ന കാഴ്ച. ഓ, എന്തൊരു ദർശനമായിരുന്നു എന്നറിയാം യെഹസ്കേൽ കണ്ടിട്ടുള്ളത്. ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾ വലുതാ. വലിയ ആലയം പണിയും, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. യെഹസ്കേലിലൂടെ പറഞ്ഞ പ്രവചനങ്ങൾക്കും ദൂതുകൾക്കും നിവൃത്തി ഉണ്ടാകണമെങ്കിൽ എസ്രയും സെരുബാബേലും ജോഷുവയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിലിരിക്കാം. നെഹമ്യാവിൻ്റെ ചരിത്രം അതാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഇരുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ വേദപുസ്തകം തുറന്ന് ഞാൻ വായിക്കാൻ തുടങ്ങി. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ വായിച്ചു തുടങ്ങിയത് നെഹമ്യാവിൻ്റെ പുസ്തകം
2-ാം അധ്യായമൊക്കെയാണ്. അവിടെ നെഹമ്യാവിൻ്റെ മുഖം വാടി കണ്ടിട്ട് രാജാവ് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അവിടെ കാണുന്നത്. നെഹമ്യാവിൻ്റെ മുഖം വാടി കണ്ടിട്ട് രാജാവ് ചോദിക്കുക, എന്താ നിൻ്റെ മുഖത്തൊരു സങ്കടം? നെഹമ്യാവിനങ്ങനെ സങ്കടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അവിടെ നമ്മൾ കാണുന്നത് നെഹമ്യാവിന് രാജാവ് അവധി കൊടുത്തെന്ന. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. അവധി കൊടുത്തെന്ന പദം. ജോലിയിൽ നിന്ന് ഒരു 2 മാസം അവധി എടുത്തിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ? ഈ പാസ്റ്റർ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതെന്നൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊക്കെ കർത്താവ് ഇടയ്ക്ക് പറയും. 2 മാസം അവധി എടുത്ത് മിഷൻ ടൂറിന് പോകും, 2 മാസം അവധി എടുത്ത് മതിൽ പണിയാൻ പോകും, 2 മാസം അവധി എടുത്ത് ഉപവസിക്കാൻ പോകും. പറ്റുമോ നമുക്ക്? നെഹമ്യാവ് അങ്ങനെ ചെയ്തത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഓടിച്ചു വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു ചിന്തയാണ്. അതിന് ചില മാസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ്, ഫെബ്രുവരി മാസത്തിൽ ഞാൻ വെറുതെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് എസ്രയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുവാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് നദിക്ക് അക്കരെയുള്ള രാജാക്കന്മാരോട്, നദിക്ക് അക്കരെയുള്ള രാജാക്കന്മാർ. എനിക്കൊരു വലിയ പ്രോഫറ്റിക് റെവലേഷൻ പോലെ തോന്നി. കാരണം അന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എൻ്റെ വീട്ടിലല്ലായിരുന്നു, മറ്റ് ഡോണാമോളുടെയൊക്കെ പഠിത്തം നടക്കുന്നിടത്ത് ഒരു ചെറിയ അക്കോമഡേഷൻ ഉണ്ട്. അവിടെയാണ് 2-3 ദിവസം ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടെ ഒരു നദിയുണ്ട് കേട്ടോ. നദിയുടെ കരയിലായിട്ടാണ് ഈ വീട്. അപ്പോൾ നദിക്ക് അക്കരയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ നദിക്കക്കരെയുള്ള രാജാക്കന്മാരോട്, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ദേഷ്യം അങ്ങ് എൻ്റെ മനസ്സിൽ കയറി വന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്ത്, കർത്താവ് നദിക്കക്കരെ അതിനൊരു വലിയ പ്രോഫറ്റിക് മർമ്മമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ നദിയുടെ അക്കരെയുള്ള സ്ഥലം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വലിയ ശക്തിയുള്ള സ്ഥലമാണ്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വലിയ ശക്തിയുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു 3 ദിവസം ഉപവാസമായിരുന്നു. ദേശത്തിൻ്റെ വിടുതൽ, ഞാൻ അന്ന് പോയി താമസിച്ച ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ഞാനൊരു 3 ദിവസം ഉപവസിക്കുകയായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, നദിക്കക്കരെയുള്ള രാജാക്കന്മാരോട് പണിയെ തടയരുതെന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. മൈ ഗോഡ്, ഹല്ലേലൂയ. എനിക്കത് ഭയങ്കര എന്നെ പിടിച്ച് കുലുക്കിയ സന്ദേശമായി. കർത്താവേ, ഞാൻ താമസിക്കുന്ന ഈ പട്ടണത്തിൽ ഈ നദിയുടെ അക്കരെയുള്ള രാജാക്കന്മാരോട്. അന്ന് വൈകിട്ട് ഞാനും സാൻഡിയും കൂടി ഇങ്ങനെ നടക്കാൻ പോയിട്ട് ആ നദിയുടെ പാലം കയറി അങ്ങോട്ട് നടന്നിട്ട് ഞാൻ സാൻഡിയോട് പറഞ്ഞു, ഇത് നദിക്ക് അക്കരെയുള്ള രാജാക്കന്മാരാ. കർത്താവ് തടഞ്ഞു നിർത്തിയിരിക്കുക. ഇക്കരെ നമ്മൾ പണിയാൻ പോവുക. ഇക്കരെ നടക്കുന്ന പണിയെ അക്കരെയുള്ള രാജാക്കന്മാർ തടയാതെ സ്വർഗത്തിലെ ദൈവം, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ ദൂത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്നേഹിതൻ്റെ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിക്കും. എന്നെ വെറുതെ ഫോൺ ചെയ്തു അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും പാസ്റ്ററെ ഫോൺ ചെയ്തല്ലേ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് ദൂത് പറയുക, ഇന്നലെ നീ തല ചായ്ച്ചെടുത്ത്, യാക്കോബ് തല ചായ്ച്ചെടുത്ത് ആലയം ഉയർന്നതുപോലെ ആലയം ഉയരാൻ പോകുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തല ചായ്ക്കുന്നിടത്ത്, ഉറങ്ങുന്നിടത്ത്, നമ്മുടെ വീട് അല്ലേ നമ്മുടെ കുടുംബസ്വത്തുള്ളിടത്ത് മാത്രമല്ല, നിങ്ങളൊക്കെ തല ചായ്ക്കുന്നിടത്ത് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴേ, യാക്കോബ് മുട്ടുകുത്തിയ സ്ഥലമാണ് പെനിയേൽ എന്ന് പറയുന്നത്. യാക്കോബ് മുട്ടുകുത്തിയ സ്ഥലമാണ് പെനിയേൽ എന്ന് പറയുന്നത്. ദൈവം മുഖം കണ്ട സ്ഥലമാണ് പെനിയേൽ. ഹല്ലേലൂയ. പിന്നത്തേതിൽ പെനിയേലിൽ ഒരു ഗോപുരമുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആ വചനം ഇങ്ങനെ വായിച്ചപ്പോൾ ദൈവാത്മാവനോട് പറഞ്ഞു, ഭക്തൻ മുട്ടുകുത്തുന്നിടത്ത് ഒരു പ്രാർത്ഥനയുടെ ഗോപുരം ഉയരണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഭക്തൻ മുട്ടുകുത്തുന്നിടത്ത് ഒരു പ്രാർത്ഥനയുടെ ഗോപുരം ഉയരണം. നിങ്ങൾ മുട്ടുകുത്തുന്നിടത്ത്, നിങ്ങൾ ഇന്ന് ഏത് ദേശത്തു നിന്ന് ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, അത് ഒരുപക്ഷെ ബീഹാറിൽ നിന്നാകാം, ഒരുപക്ഷെ ജാർഖണ്ഡിൽ നിന്നാകാം, ഒരുപക്ഷെ UAE ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്നാകാം. നിങ്ങൾ മുട്ടുകുത്തുന്നിടത്ത്, ഹല്ലേലൂയ, നിങ്ങൾ തല ചായ്ക്കുന്നിടത്ത് ദൈവപ്രവൃത്തി കാണണം. കർത്താവ് കൽപ്പിക്കുമെന്നേ, നദിക്കക്കരെയുള്ള രാജാക്കന്മാരോട് കർത്താവ് കൽപ്പിക്കുമെന്നേ, ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, മാഷൽ ഖാമാനാരകതല, നെഹമ്യാവ് പണിയാൻ പുറപ്പെടുക, മുഖം വാടിയിരിക്കുക, അവൻ ഉപവസിക്കുക, അവൻ പ്രാർത്ഥിക്കുക. രാജാവിന് ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സീക്രട്ട് അറിയത്തില്ല. രാജാവിന് ഇതിൻ്റെ വല്ല സീക്രട്ട് അറിയാമോ? രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്നവനാ.
പക്ഷെ അവൻ ഉപവസിക്കുക. ഹല്ലേലൂയ. കയ്യിൽ വീഞ്ഞില്ലാഞ്ഞിട്ടല്ല, കയ്യിൽ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ദേശത്തൊരു പണി നടക്കണമെന്ന് പറഞ്ഞ് ആത്മാവിൽ ചിലർ ഞരങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി പറയുക, ഒരു പണിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജനത്തെ കണ്ടിട്ടുണ്ട്. ചില അഭിഷക്തന്മാരെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ മുട്ടുമടക്കുന്നിടത്ത്, നിങ്ങൾ തല ചായ്ക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എതിരായി നിൽക്കുന്നതിനെ തടഞ്ഞുകൊണ്ട്, നദിക്ക് അക്കരെയുള്ള രാജാക്കന്മാരെ തടഞ്ഞുവെന്ന് എന്നോടൊരു ദൂത് പറഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന് രാത്രി കൈമാറിക്കൊണ്ട് ഞാൻ പറയുക, ചിലതിനെ തടഞ്ഞു മാറ്റിയിട്ട്, ചില രാജാക്കന്മാരുടെ പ്ലാനുകളെ മാറ്റിയിട്ട്. സ്വർഗത്തിലെ ദൈവമാ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ, രാജാക്കന്മാരല്ല. സ്വർഗത്തിലെ ദൈവമാ പ്ലാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നിങ്ങൾ പറഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവമാ പ്ലാൻ ചെയ്യുന്നത്. ഓരോ ദേശത്തെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ബോംബെ പട്ടണത്തിൽ ഞങ്ങളെപ്പോഴും പറയും സിറ്റി പ്ലാൻ എന്ന് പറയും. സിറ്റിയുടെ പ്ലാന്, ഡെവലപ്മെൻറ്റ് പ്ലാൻ, DP എന്നൊക്കെ പറയും. സിറ്റിയുടെ ഡെവലപ്മെൻറ്റ് പ്ലാനിൽ സിറ്റി ഓരോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. മുംബൈ പട്ടണത്തെക്കുറിച്ച് ഇവിടുത്തെ സിറ്റി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ സ്വർഗം അടയാളപ്പെടുത്തിയ ചില സ്പോട്ടുണ്ട് പട്ടണത്തിൽ. ഞാനത് നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ സ്വർഗം അടയാളപ്പെടുത്തിയ ചില സ്പോട്ടുണ്ട്. അത് സിറ്റിയുടെ ഡെവലപ്മെന്റ് പ്ലാൻ അല്ല, അത് സ്വർഗത്തിന്റെ ഡെവലപ്മെന്റ് പ്ലാനാണ്. ചില പണികളുടെ വാഗ്ദത്തങ്ങൾ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ചില പണികളുടെ വാഗ്ദത്തങ്ങൾ. മൽക്കാ ലാമ ഷഖാന. പ്രാർത്ഥിച്ചാട്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. തടസ്സം ചെയ്യുന്നതിനെയെല്ലാം വെട്ടിമാറ്റി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചില മേഖലകളിൽ വെളിപ്പെടട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ എസ്രയുടെയും നെഹമ്യാവിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ പഠിച്ചാൽ പലപ്പോഴും പണിക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. എസ്രയുടെയൊക്കെ കാലത്ത് ആലയം പണിയാൻ വന്നിട്ട് ആദ്യത്തെ കല്ലിട്ട ശേഷം അതിൻ്റെ മുമ്പോട്ട് പണി നടക്കാതെ ദീർഘനാളുകൾ മുടങ്ങിക്കിടന്നെന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പണി മുടങ്ങിക്കിടക്കുമ്പോൾ പണിയാൻ വന്ന ആളുകൾ കുറേ നാൾ കാത്തിരുന്നിട്ട് അവരെല്ലാവരും അവരവരുടെ ജോലിയിൽ വ്യാപൃതരായി. കാരണം ഈ പണി ഇനി നടക്കത്തില്ലെന്നാണ് ഓർത്തത്. നദിക്ക് അക്കരെയുള്ള രാജാക്കന്മാർ എതിർത്തത് അതിൻ്റെ കാരണം. ഹല്ലേലൂയ. എല്ലാ ദേശത്തും എതിർക്കുന്ന ചിലതുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എല്ലാ ദേശത്തും എതിർക്കുന്ന ചിലതുണ്ട്. ഞാൻ അന്ന് പാർത്ത ദേശത്ത്, ഹല്ലേലൂയ, ആ ദേശം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഇന്ന് വരെ ഒരു നല്ല ചർച്ച് ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ആ ദേശത്തിലേക്ക് പോയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു പ്രോപ്പർ ചർച്ച് അവിടെ ഇല്ല. പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. കാരണം എന്താ? ആ ദേശം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പേരിൽ അറിയപ്പെടുന്നത്. അവരല്ലാതെ ആരും അവിടെ ഇല്ലെന്ന് അറിയപ്പെടുന്നു. അവരവിടെ ഉള്ളത് കൊണ്ട് വേറെ ആരും അങ്ങോട്ട് പോയി വീട് വാങ്ങിക്കത്തുമില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നദിക്കക്കരെയുള്ള രാജാക്കന്മാരോട് ഞാൻ കൽപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ദൈവം ചില രാജാക്കന്മാരോട് കൽപ്പിക്കുമെന്ന്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിയമങ്ങൾ എഴുതുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും മുടങ്ങാതെ ഈ കാലഘട്ടത്തിലും നിവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. പണിയാനിറങ്ങിയവർ ക്ഷീണിച്ചു നിൽക്കുകയാ. പണിയാനിറങ്ങിയവർ ഭയപ്പെട്ട് നിൽക്കുകയാ. ഒരു ദിവസം ദൈവം ഹഗായിയെ വിളിച്ചു, പ്രവാചകനായ ഹഗായിയെ. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ജോഷുവയോടും സെരുബ്ബാബേലിനോടും ഒക്കെ പറ, ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മൽക്കാ ലാമ ഷഖാന. രാജാക്കന്മാരുടെ കരം ചിലപ്പോഴൊക്കെ എതിരായി മാറാം. ഒരു പക്ഷേ അധികാരികൾ എതിരായി മാറാം, നിയമങ്ങൾ എതിരായി മാറാം. പക്ഷേ ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ, ഹഗായി പ്രവചിക്കുക, ഇവിടെ ആലയം ഉയരാൻ പോകുക. ഹഗായി പ്രവചിക്കുക. ഹഗായിക്ക് ശേഷമാണ് സെഖര്യാവ് പ്രവചിച്ചത്. ഹഗായിയെക്കാട്ടിലും ശക്തമായ പ്രോഫറ്റിക് അനോയിന്റിങ്ങോടാണ് സെഖര്യാവ് വന്നത്. സമകാലികരാണ് അവരും കേട്ടോ. ഒരേ കാലഘട്ടത്തിലാണ് പ്രവചിച്ചത്.
അതായത് ഈ ആലയം പണിയാൻ പോയി ക്ഷീണിച്ചു നിൽക്കുന്ന, ആലയം പണിയാൻ പറ്റാതെ, ഇട്ട കല്ലിൻ്റെ മണ്ടയിൽ ഒരു കല്ല് വെക്കാൻ പറ്റാതെ പണി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് ജനത്തെ ധൈര്യപ്പെടുത്തിയിട്ട് പറയുക, പണി നടക്കും. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പണി മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ, പകുതി ചെയ്തിട്ട് ഇനിയും നടക്കത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, പല കാരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. 15 വർഷം മുമ്പ് പണിയാൻ ഇറങ്ങിയപ്പോൾ എനിക്കുള്ള ആരോഗ്യം ഇന്നില്ല എന്ന് ചിലർ പറയുന്നെങ്കിൽ, 20 വർഷം മുമ്പ് പണിയാൻ ഇറങ്ങിയപ്പോൾ എനിക്കുള്ള ആരോഗ്യം ഇന്നില്ല എന്ന് ചിലർ പറയുന്നെങ്കിൽ, സമയങ്ങൾ ഒത്തിരി പോയി എന്ന് ചിലർ പറയുന്നെങ്കിൽ, പണിയാൻ കൂടെ നിന്നവർ അന്ന് നിന്ന ഉത്സാഹത്തോടെ ഇന്ന് നിൽക്കുന്നില്ല എന്ന് ചിലർ പറയുന്നെങ്കിൽ, പരിശുദ്ധാത്മാ പറയുക, ഹല്ലേലൂയ, അവരുടെ ഉത്സാഹമല്ല, നമ്മുടെ പ്രായമല്ല, നമ്മുടെ കഴിവല്ല, ശലോമോൻ രാജാവ് തൻ്റെ മഹത്വത്തിൽ പണിതതിനേക്കാൾ മഹത്വമുള്ള ആലയം പണിയുമെന്ന് ഹഗായി പ്രവചിക്കുകയാണ്. ഹഗായി എന്താ പ്രവചിച്ചത്? ഹഗായി പറഞ്ഞു, പണ്ടത്തെ ആലയത്തെക്കാട്ടിലും മഹത്വമുള്ള ഒരു ആലയം ഇവിടെ വരും. ആരാ പണിയാൻ പോകുന്നത്? ദാവീദിൻ്റെ ധനം കൂട്ടിവെച്ചിട്ട്, ശലോമോൻ്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട്, ദാവീദ് വരച്ച പ്ലാനും കൊണ്ട് എല്ലാം കൂടെ ചേർത്ത് വരച്ച ആ മനോഹരമാകുന്ന മഹത്വമുള്ള ആലയത്തെക്കാൾ വലുത് നമുക്ക് പണിയാൻ പറ്റുമോ? ഞാൻ പറയാൻ പ്രിയമുള്ളവർ, എസ്രയൊക്കെ പണിയാൻ പോയപ്പോൾ അവരുടെ മനസ്സിലെ താല്പര്യം എന്താണെന്നറിയാമോ? കർത്താവെ, ആലയം പൊളിഞ്ഞു പോയി, ഇനി ഞങ്ങൾക്ക് ശലോമോനെ പോലെയോ ദാവീദിനെ പോലെയോ ഒന്നും പണിയാൻ പറ്റത്തില്ല. ചെറിയ ഒരു പള്ളിയൊക്കെ പണിത് കർത്താവ് എങ്ങനെങ്കിലും ഒന്ന് ആരാധന പുനഃസ്ഥാപിക്കണമല്ലേ, ഒരു കൊച്ചത് മതി കർത്താവെ എന്നാ പ്രാർത്ഥിച്ചത്. പക്ഷെ ഹഗ്ഗായി എഴുന്നേറ്റിട്ട് പറയുക, കഴിഞ്ഞ 15 വർഷങ്ങൾ മുടങ്ങിക്കിടന്ന പണി ഞാൻ പുനരാരംഭിക്കാൻ പോകുക, ഇരട്ടി മഹത്വമുള്ളത്. എങ്ങനെ? സാധാരണക്കാരായ നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇരട്ടി മഹത്വമുള്ളത് പണിയിക്കാൻ പറ്റും? ആരാ സഹായിക്കുന്നത്? എവിടെ നിന്നാണ് അതിൻ്റെ ഫണ്ട് വരുന്നത്? 100 ചോദ്യങ്ങളല്ലേ, 100 ചോദ്യങ്ങളല്ലേ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഹഗ്ഗായി പ്രവചിച്ച് നിർത്തിയെടുത്ത് സെഖര്യാവ് പ്രവചിച്ചു തുടങ്ങി. സെഖര്യാവിൻ്റെ പ്രവചനത്തിൽ, ഹല്ലേലൂയ, 1-ാം അധ്യായം മുതൽ പഠിച്ചാൽ നമ്മൾ കാണുന്നത്, സെഖര്യാവ് കാണുകയാ, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണുകയാ, അളവ് നൂൽ പിടിച്ചൊരു പുരുഷനെ കാണുകയാ. ഇന്ന് രാത്രി ചിലർക്കായി ഞാൻ ആ ദൂത് കൈമാറുന്നു. ഏതെങ്കിലും വിധത്തിൽ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, അളവ് നൂൽ പിടിച്ചൊരു പുരുഷൻ നിങ്ങളുടെ പട്ടണത്തിലും ഇറങ്ങി നിൽപ്പുണ്ട്. ടൗൺ പ്ലാനിങ്, DP ഡെവലപ്മെൻറ്റ് പ്ലാനിലല്ല കേട്ടോ, സ്വർഗത്തിൻ്റെ പ്ലാനിൻ്റെ അകത്ത് ദേശത്തെ അടയാളപ്പെടുത്തിയ ചിലത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വാസത്താൽ ഇന്ന് രാത്രി നമുക്ക് സ്വീകരിക്കാം. അളവ് നൂൽ പിടിച്ച ഒരു പുരുഷൻ. പിന്നെ സെഖര്യാവ് കാണുന്നത്, ചില കൊമ്പുകൾ ദേശത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ കൊമ്പുകളെ തകർക്കുവാൻ കൊല്ലന്മാരെ പണിതിരിക്കുന്നു. ദേശത്ത് എഴുന്നേൽക്കുന്ന കൊമ്പുകളുണ്ടോ? ദേശത്ത് എഴുന്നേൽക്കുന്ന ശക്തികളുണ്ടോ? 4 കൊമ്പുകളെ കാണുകയാ. ഇന്ന് രാത്രി നിങ്ങളുടെ ദേശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ചില രാജാക്കന്മാർ കാണാം, നദിയുടെ അക്കരെയുള്ള ചില രാജാക്കന്മാർ കാണാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ആ കൊമ്പുകളെ തകർക്കുവാൻ, താങ്ക് യു ജീസസ്, നന്ദിയോടുകൂടെ സ്തോത്രം, ആ കൊമ്പുകളെ തകർക്കുവാൻ ചില കൊല്ലന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ദേശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന കൊമ്പുകളെ തകർക്കാൻ കൊല്ലന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ ചർച്ചിൻ്റെ അകത്ത് ചില കൊല്ലന്മാരുണ്ടാകണം. ദേശത്ത് വ്യാപരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ, ചില കൊമ്പുകളെ പിഴുതുമാറ്റുന്ന, പ്രാർത്ഥനയിൽ പിഴുതുമാറ്റുന്ന ചില കൊല്ലന്മാരുണ്ടാകണം. ഹല്ലേലൂയ. 4-ാം അധ്യായമായപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ, എൻ്റെ ആത്മാവിനാൽ. അതേ അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. സെഖര്യാവ് കാണുന്നൊരു കാഴ്ച, 2 ഒലിവ് വൃക്ഷങ്ങളെ കാണുന്നു. അഭിഷേകത്താൽ നിറഞ്ഞു നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളെ. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, കർത്താവേ, ഞങ്ങൾ നിൽക്കുന്ന ദേശത്ത് ഗോൾഡൻ ഓയിൽ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഗോൾഡൻ ഓയിൽ. ഈ ഗോൾഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറിയെ കാണിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പഴയ നിയമത്തിൽ ആലയത്തിലെ സകലത്തെയും ഗ്ലോറി കൊണ്ട് പൊതിഞ്ഞെന്ന, പൊന്നു പൊതിഞ്ഞെന്ന കേട്ടോ. കൃപയെന്നും അർത്ഥമുണ്ട്.
അപ്പോൾ ഇന്ന് രാത്രി പറഞ്ഞാട്ട്, കർത്താവേ, ഞങ്ങളുടെ അകത്തൊക്കെ ഒരു അസാധാരണ ദൈവമഹത്വത്തിൻ്റെ കൃപയുടെ ഒരു ഓയിലൊന്ന് നിറച്ചിട്ട് ഞങ്ങളുടെ പട്ടണങ്ങളിൽ ഞങ്ങളെ നിർത്തണം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. സാധാരണമായൊരു ശക്തിയാണിത് കേട്ടോ. പണി മുടങ്ങിക്കിടക്കുന്നിടത്ത് ചിലത് പുനഃസ്ഥാപിക്കണമെങ്കിൽ, പുനരാരംഭിക്കണമെങ്കിൽ, പണി മുടങ്ങിക്കിടക്കുന്നിടത്ത് ചിലത് പുനരാരംഭിക്കണമെങ്കിൽ, റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അതിന് വേണ്ടത് അസാധാരണമാകുന്ന ദൈവമഹത്വത്തിൻ്റെ കാരിയറായി, ദൈവമഹത്വത്തെ വഹിക്കുന്നവനായി മാറുവാൻ നമുക്ക് പറ്റണം. ഒരു ഗോൾഡൻ ഓയില്, പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ശക്തി നമ്മുടെ അകത്ത് നിറയണം. ഓരോ ഐഡിയയിലിരിക്കുന്ന ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ശക്തി വേണം. ഈ ദിവസങ്ങളിൽ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്, എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്. എനിക്കെന്തെങ്കിലും ഒരു ചെറിയ ചലനം പോരാ. ആത്മാവുണ്ട്, അന്യഭാഷയുണ്ടെന്ന് തൃപ്തിപ്പെട്ടിരുന്നാൽ പോരാ. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, എനിക്ക് ഉണർവ് ഫേക്ക് ചെയ്യണ്ട. ഞാൻ ചെല്ലുന്നിടത്തല്ല ഇത് പറയും. അന്യഭാഷ ഉണ്ടെന്ന് പറഞ്ഞ് പണ്ടെങ്കോ പറഞ്ഞ അന്യഭാഷ അതുപോലെ പറഞ്ഞിരുന്നാൽ എനിക്ക് പോരാ. എനിക്ക് ക്ലിയറായിട്ട് വേണം, എനിക്ക് ക്ലാരിറ്റി ഉള്ളത് വേണം. പൗലോസ് എന്താണോ അനുഭവിച്ചത്, പത്രോസ് എന്താണോ അനുഭവിച്ചത്, അതെനിക്ക് വേണം. 1-ാം നൂറ്റാണ്ടിലുള്ള ഒറിജിനൽ എനിക്ക് വേണം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ ആ ശക്തി, അതിൻ്റെ അനുഭവങ്ങൾ, അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ ഈ നൂറ്റാണ്ടിൽ എനിക്ക് അനുഭവിക്കണം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രശ്നം, ഹല്ലേലൂയ, നാം കാലാപിറക്കുന്നവരാ. മീഖാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ പ്രവചിച്ചതാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചത് അത്തിയുടെ തലപ്പഴമാ, പക്ഷെ ഇപ്പം ഞാൻ കാലാപിറക്കുന്നവനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് ആഗ്രഹം ഏറ്റവും നല്ല തലപ്പഴം തിന്നണം, അല്ലേ? തലപ്പഴം ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി, അല്ലേ? എല്ലാ ഫ്രൂട്ടിനും പല ക്വാളിറ്റി ഇല്ലേ? നല്ല കടയിൽ നല്ല വിലയുള്ള സാധനം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് അവർ വെക്കുന്നത്. വഴിയിൽ ഞങ്ങളുടെയൊക്കെ ബോംബെയിൽ തേല ഈ ഉന്തുവണ്ടിയിൽ ഇട്ട് വിൽക്കുന്ന സാധനമുണ്ട്, ഭയങ്കര വിലക്കുറവാണ് കേട്ടോ, പക്ഷെ ക്വാളിറ്റി മോശമായിരിക്കും, വില ഒത്തിരി കുറച്ച് കിട്ടും. അപ്പോൾ തലപ്പഴമുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുണ്ട്. മിക പറയുക, എൻ്റെ ആഗ്രഹം അത്തിയുടെ തലപ്പഴമാണ്. ഞാൻ കൊതിച്ച അത്തിയുടെ തലപ്പഴം എനിക്ക് കിട്ടുന്നില്ല. കിട്ടുന്നത് എന്താണെന്നറിയാമോ? കാലാവറക്കുന്നതാ. കാലാവറക്കം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. യഹൂദന്മാർക്കൊരു പ്രമാണമുണ്ട്. അവർക്ക് ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്തിൻ്റെ വിളവെടുപ്പ് നടത്തിയാലും മുഴുവൻ ചേർത്ത് പറിക്കരുത്. അല്പം പരദേശിക്കും വിധവയ്ക്കും ഒക്കെ വേണ്ടി ഈ വിളവെടുപ്പ് നടക്കുമ്പോൾ വിട്ടുകൊടുക്കണം. അതായത് കണ്ടത്തിൻ്റെ അരികെ കൊയ്യരുത്. മുന്തിരിത്തോട്ടത്തിലാണെങ്കിലും അത്തിത്തോട്ടത്തിലാണെങ്കിലും പറിക്കുമ്പോൾ മുഴുവൻ പറിക്കരുത്. പരദേശിക്കും വിധവയ്ക്കും വേണ്ടി. ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ ആ വയലിൽ കൂടെ വന്ന് വിശന്നിട്ട് കൈ നീട്ടിയാൽ കിട്ടാൻ ഒരു പഴം അവിടെ ഉണ്ടാകണം. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ്. പണ്ട് നിങ്ങൾ പരദേശികളായിരുന്നത് കൊണ്ട് പരദേശികളോടൊരു കരുണയുണ്ടാകണം. ഇതാണ് ഈ ക്രിസ്ത്യൻ എത്തിക്സ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം എല്ലാ മേഖലയിലും. അപ്പോൾ അങ്ങനെ ഈ യഹൂദനോട് പ്രമാണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ യഹൂദൻ വലിയ ബുദ്ധിമാനാ. യഹൂദന് വചനം അനുസരിക്കുകയും വേണം, എന്നാൽ ഒട്ടിത് കൊടുക്കാൻ മനസ്സുമില്ല. അതുകൊണ്ട് യഹൂദൻ എന്ത് ചെയ്യുന്നറിയാം? യഹൂദൻ പഴം പറിക്കാൻ ചെല്ലുമ്പം വചനം പ്രമാണിക്കാൻ വേണ്ടി ചിലത് അവിടെ വിടും. അതേതാ വിടുന്നതെന്നറിയാം? ഈ പുഴു കുത്തിയതും പിന്നെ ഷേപ്പ്ലെസ്സും ഒന്നിനും കൊള്ളാത്തതും ഒക്കെ അവിടെ ഇട്ടിട്ട് നല്ലതെല്ലാം തലപ്പഴമെല്ലാം യഹൂദൻ പറിച്ചു വിട്ടു. ഒരിക്കലും തലപ്പഴം പരദേശിക്ക് കിട്ടത്തില്ല. അപ്പം പ്രവാചകൻ പറയും, എൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്നറിയാമോ? ഞാൻ കൊതിച്ചത് തലപ്പഴമാണ്, പക്ഷെ കാലാപറക്കുന്നവനെ പോലെ ഞാൻ ആയിരിക്കുക. കിട്ടുന്നത് പുഴുകുത്തിയതും. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെയൊക്കെ കൊതി നമുക്ക് തലപ്പഴം വേണമെന്ന, കൃപാവരങ്ങളുടെ തലപ്പഴം, ആത്മനിറവിൻ്റെ തലപ്പഴം, ബെസ്റ്റ് ക്വാളിറ്റി വേണമെന്ന. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പുഴുക്കുത്തു വന്നതാ കേട്ടോ. ഹലോ, നമ്മുടെ ആഗ്രഹം വാര്യാപുരം യോനാച്ചാനെ പോലുള്ള പ്രവാചകന്മാർ ഇന്നുണ്ടാകണമെന്നാ. നമ്മുടെ ആഗ്രഹം പത്തിച്ചറ അവറാച്ചാനെ പോലുള്ള പ്രവാചകന്മാർ ഇന്നുണ്ടാകണമെന്നാ. നമ്മുടെ ആഗ്രഹം കാരമ്മേലിൽ കാരമ്മേലിൽ മത്തായി ഉപദേശിയെ പോലുള്ള പ്രവാചകന്മാർ ഇന്നുണ്ടാകണമെന്നാ.
പക്ഷെ നമുക്കിന്ന് ആരാ ഉള്ളത്? നമുക്കിന്നുള്ളത് നമ്മൾ കാലാവർക്കം. എവിടെയെങ്കിലും കിട്ടുമോ ഒരു ദൈവദാസനെ? അവസാനം കിട്ടുന്നത് ഒത്തേലൊത്തു ഒത്തിലേലൊത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രവചനമാണ്. എന്തൊരു ദുര്യോഗമാണെന്നറിയാമോ? എന്തൊരു കഷ്ടമാണെന്നറിയാമോ? നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് ഒറിജിനലാ, ഞങ്ങൾക്ക് വേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഞങ്ങൾക്ക് വേണ്ടത് അഭിനയമല്ല. 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് എന്ത് അനുഭവിച്ചുവോ, പീറ്റർ എന്ത് അനുഭവിച്ചുവോ, അത് ഈ നൂറ്റാണ്ടിൽ എനിക്കും അനുഭവിക്കണം. അസാധാരണമാകുന്ന ഒരു ഗോൾഡൻ ഓയിൽ ഒഴുകിയില്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പണി നടക്കത്തില്ല. അസാധാരണമായൊരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ശുശ്രൂഷയുടെ റിസൾട്ട് വെളിവരത്തുള്ളൂ. ദൈവാത്മാവിനെ ഏൽപ്പിച്ച് ഒരു ദൂതൂടെ കൈമാറിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. സമയം പോയെങ്കിൽ പാസ്റ്റർ ഒന്ന് കൈ കാണിക്കണേ, ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവാത്മാവിനെ ഏൽപ്പിച്ച് ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷയിൽ റിസൾട്ട് വരണമെങ്കിൽ, പണി നടക്കണമെങ്കിൽ, മുടങ്ങിക്കിടക്കാതെ പണി മുന്നോട്ട് പോകണമെങ്കിൽ, we should have the power to deliver. should have the power to deliver. വേദപുസ്തക ഭാഷയെ പറഞ്ഞാൽ പ്രസവിക്കാനുള്ള ശേഷി വേണം. പ്രസവിക്കാനുള്ള ശേഷി വേണം. ഹിസ്കിയാ രാജാവ് പറയുക, യെശയ്യാവ് 37 കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, but there is no power to give birth. കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു, പക്ഷേ ഹല്ലേലൂയ ശക്തിയില്ല. യെശയ്യാവ് 37-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പറയുകയാണ്, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പക്ഷെ പ്രസവിപ്പാൻ, ഡെലിവർ ചെയ്യുവാനുള്ള ശക്തിയില്ല. നിങ്ങൾ എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ദൈവമക്കളെ, നമുക്കൊക്കെ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട് കേട്ടോ. ആ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന ടൈമും എത്തിയിരിക്കുക, ഡെലിവറിക്കുള്ള സമയം എത്തിയിരിക്കുക. ഹല്ലേലൂയ, ഡെലിവറിക്കുള്ള സമയം എത്തിയിരിക്കുക, പക്ഷെ there is no power. ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, അവയെ ജനിപ്പിക്കാനുള്ള ശക്തി ഇല്ലാതെ പോയിരിക്കുന്നു, ശക്തിയില്ലാതെ പോയിരിക്കുന്നു. ഹിസ്കിയാ രാജാവിന്റെ ചരിത്രം പഠിച്ചാൽ 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29 മുതൽ നിങ്ങൾ സമയം പോലെ വായിച്ച് പഠിച്ചുകൊള്ളുക. 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 2 29 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 29 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും അവൻ രാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തുക. ആദ്യം ദേവാലയത്തെ ശുദ്ധീകരിച്ചു, മുടങ്ങിപ്പോയ യാഗം ആരംഭിച്ചു, ചാപ്റ്റർ 29. അടുത്ത ചാപ്റ്ററിൽ അവൻ മുടങ്ങിപ്പോയ പെസഹ നടത്തി. ഓരോ ചാപ്റ്ററിലും എവിടെയൊക്കെയാണോ മുടങ്ങിപ്പോയത് ഒക്കെ റീസ്റ്റോർ ചെയ്തു. വചനം പറയുന്നത് ശലോമോന്റെ കാലത്തില്ലാതിരുന്ന സന്തോഷം ജനത്തിന്റെ നടുവിൽ വന്നെന്ന. ശലോമോനെ അന്ന് ആലയം പണിതപ്പോൾ ഇല്ലാതിരുന്ന ഒരു, ലിറ്ററലി നമ്മൾക്ക് റിവൈവൽ എന്ന് പറയത്തില്ലേ, റിവൈവൽ ലിറ്ററലി ഹിസ്കിയാ രാജാവിന്റെ സമയത്ത് യഹൂദന്മാരുടെ നടുവിൽ ഒരു വലിയ റിവൈവൽ ഉണ്ടായി. അങ്ങനെ അതിനോട് അദ്ദേഹത്തിൽ പറഞ്ഞ മഹാസന്തോഷമുണ്ടായി. എന്താ കാരണം? മുടങ്ങിപ്പോയതെല്ലാം തിരിച്ചു വന്നു. പണ്ടത്തെ അന്യഭാഷ, പണ്ടത്തെ കൃപാവരങ്ങൾ, പണ്ടത്തെ വിവേചനം, പണ്ടത്തെ ഭൂതശാന്തി, ഹല്ലേലൂയ, ഇതെല്ലാം തിരിച്ചു വന്നിട്ട് ജനം അങ്ങോട്ട് സന്തോഷിക്കുക. ഹല്ലേലൂയ. നിനക്കറിയാമോ, 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 32 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ ആ വാക്യം പറയുന്നത്, ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സെൻഹരീബ് വന്ന് യഹൂദ്യയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ചു, കൈവശമാക്കുവാൻ വിചാരിച്ചു. ഈ കാര്യങ്ങൾ നടന്ന ശേഷം, ഈ വിശ്വസ്ത പ്രവർത്തികൾ നടന്ന ശേഷം എന്ന് പറഞ്ഞാൽ, മുടങ്ങിയ യാഗം പുനരാരംഭിച്ചു, ആലയത്തെ ശുദ്ധീകരിച്ചു, പിന്നെ പെസഹ മുടങ്ങിപ്പോയത് നടത്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം തികച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്താണെന്നറിയാമോ? ഇനി അടുത്ത സ്റ്റെപ്പ് വലിയ ഹാർവസ്റ്റാ, അല്ലേ? നമ്മൾ ഒരു വിത്ത് വിതച്ചു,
വളമിട്ടു, വെള്ളം കോരി, വളർന്നു വന്നു, കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുക. റിസൾട്ട് നാളെ എടുക്കും കേട്ടോ, ഹാർവെസ്റ്റ് നാളെയാണ്. എല്ലാം തികച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ 9 മാസം കുഞ്ഞിനെ ചുമന്നു. കുഞ്ഞിൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്തു വന്നപ്പോൾ, ഈ കാര്യമെല്ലാം തികച്ചു വന്നപ്പോൾ ശത്രു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ ഡെലിവറി, ഈ റിസൾട്ട്, ഈ ഹാർവെസ്റ്റ്, ഈ പണി ഞാൻ നടത്താൻ സമ്മതിക്കത്തില്ല. ഈ പണി ഞാൻ നടത്താൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഹിസ്കിയാ രാജാവ് പറയുന്നത്, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പക്ഷെ പ്രസവിപ്പാനുള്ള ശേഷിയില്ല. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. Hallelujah. Can somebody help me to find that scripture? I think that is യെശയ്യാവ് 37. Hallelujah. അതിൻ്റെ 3-ാമത്തെ വാക്യം. To tell him, this is what Hizkiah says, today is the day of distress, rebuke and disgrace, for children have come to the point of birth, but there is no strength to deliver them. There is no strength to deliver them. അല്ലേ? യെശയ്യാവ് 37-ന്റെ 3-ാമത്തെ വാക്യമാണ്. യെശയ്യാവ് 37-ന്റെ 3-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങൾ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദിയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടേണ്ട സമയം, പണി നടക്കേണ്ട സമയം. ഹല്ലേലൂയ. പ്രവാചകന്മാർ പറഞ്ഞ ദൂത് നടക്കേണ്ട സമയം. ഇതെല്ലാം തികച്ച് അതിനുവേണ്ടി ഒരുങ്ങുന്ന ദിവസം ശത്രു പറയുക, ഇത് സമ്മതിക്കത്തില്ലെന്ന്. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാൻ ശക്തിയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കിയിട്ട് പറയാം, യു ഷുഡ് ഹാവ് ദ പവർ ടു ഗീവ് ബർത്ത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ അസാധാരണമാകുന്ന അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. നിന്റെ രാജ്യത്തിന് വേണ്ടി ഡെലിവർ ചെയ്യുവാൻ, നിന്റെ രാജ്യത്തിന് വേണ്ടി റിസൾട്ട് കാണുവാൻ, നിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു കൊയ്ത്തെടുക്കുവാനുള്ള അസാധാരണമാകുന്ന ശക്തി, ഹല്ലേലൂയ, എൻ്റെ മേൽ പകരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? യാദൃച്ഛികമല്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ വായിച്ച ഒരു വചനം, ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട വചനമാണ്. ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു വചനം, അത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളും പുറപ്പാട് 1-ന്റെ അവസാന വാക്യങ്ങളുമൊക്കെയാണ്. പുറപ്പാട് 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ എന്നാൽ ലേവി കുടുംബത്തിൽ ഒരു പുരുഷൻ പോയി ഒരു ലേവികനിയെ പരിഗ്രഹിച്ചപ്പോൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു. അവൻ പ്രോപ്പർ ചൈൽഡ് ആണെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഈ വചനമാണ് ഞാൻ രാവിലെ വായിച്ചത്. ഞാൻ രാവിലെ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ കുഞ്ഞ് ജനിച്ച സമയം നിനക്കറിയാമോ? ഏറ്റവും കഷ്ടവും ശാസനയും നിന്ദയുമുള്ള സമയത്ത്. എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുക. വേണമെങ്കിൽ ഏറ്റവും മോശം സമയത്തും എനിക്ക് മോശമാരെ ജനിപ്പിക്കാൻ പറ്റും. ചരിത്രത്തിലെ ഏറ്റവും മോശ സമയത്തായിരിക്കാം ഞാനും നിങ്ങളും ജീവിക്കുന്നത്. We may be living in the darkest time of history. പക്ഷെ ഈ സമയത്തും എൻ്റെ ദൈവമക്കളെ ഹല്ലേലൂയ, ജനിക്കാനുള്ളത് ചിലത് ജനിക്കും, ഉടലെടുക്കാനുള്ളത് ചിലത് ഉടലെടുക്കും. ദൈവം സൃഷ്ടിച്ചത്, ദൈവം നിർമ്മിച്ചത് ചിലത് ഭൂമിയിൽ മുളച്ചു പൊന്തി വരും. ഒരു പിശാചിനും ഒരു ശത്രുവിന്റെ സാമ്രാജ്യത്തിനും ഒരു ദേശശക്തിക്കും ഒരു രാജാക്കന്മാർക്കും തടയാൻ പറ്റാത്ത ചിലത് ഈ കാലഘട്ടത്തിലും എഴുന്നേറ്റ് വരും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ 21 നൂറ്റാണ്ടായി പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിച്ചിട്ടില്ല. ഇന്നും സഭ നിൽക്കുന്നു. കർത്താവിൻ്റെ മടങ്ങി വരെ ഈ സഭ ഇതുപോലെ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ കാലഘട്ടത്തിലും ചിലത് ജനിച്ചു വീഴത്തക്കവണ്ണം, ഈ കാലഘട്ടത്തിലും ചിലത് ജനിച്ചു വീഴത്തക്കവണ്ണം, ചിലത് തുടങ്ങത്തക്കവണ്ണം, ചിലത് പണിയത്തക്കവണ്ണം. സമയങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല, ചിലത് പണിയത്തക്കവണ്ണം. ഹല്ലേലൂയ.
നിങ്ങൾക്കറിയാമോ? 1-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യങ്ങളിൽ പറയുന്നത്, ഫറവോന്റെ കൽപ്പനയുണ്ടായി, ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ ലേബർ ബെഡിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊന്നുകളയണമെന്ന്. ലേബർ ബെഡിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊന്നുകളയണമെന്ന്, ജനിക്കാൻ അനുവദിക്കരുതെന്ന്. ഹല്ലേലൂയ. ലേബർ നടക്കുമ്പോൾ തന്നെ കൊന്നുകളയണമെന്ന് വചനം പറയുന്നത്. ആ 2 മിഡ് വൈഫ്സ് അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായതുകൊണ്ട് അവർ ചെയ്തില്ല. പക്ഷെ അവർ കൊടുക്കുന്നൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇസ്രായേലിൻ്റെ സ്ത്രീകൾ മിസ്രൈമി സ്ത്രീകളെ പോലെയല്ല, അവർ തിറവുള്ളവരാണ്. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ അവർ പ്രസവം കഴിയും. സത്യമാ പറഞ്ഞത്, സത്യമാ. ഹല്ലേലൂയ. ഈ സ്ത്രീകൾക്ക് എന്താ ഗുണം? മിസ്രൈമി സ്ത്രീകളെ പോലെ സുരക്ഷിതത്വത്തിൽ കഴിയുന്നവരില്ല. അടിമകളുടെ വീട്ടിലെ സ്ത്രീകളാ. ഊഴിയ വിചാരകന്മാർ എപ്പോഴും പീഡിപ്പിക്കുന്ന ഒരു ജനതയുടെ സ്ത്രീകളാ. പക്ഷേ വചനം പറഞ്ഞു, അവരുടെ പുറപ്പാടിനുള്ള സമയമായപ്പോൾ വർദ്ധിക്കാനുള്ള അവരുടെ കപ്പാസിറ്റിയും ഉണ്ടായത്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. കർത്താവിൻ്റെ സഭയുടെ പുറപ്പാടിന് എടുക്കപ്പെടലിന് മുമ്പേ സഭകൾ വർദ്ധിക്കും. സഭകൾ വർദ്ധിക്കും. ആരൊക്കെ ശ്രമിച്ചാലും ചർച്ച് ശക്തമായിട്ട് വളരും. കാരണം ഹല്ലേലൂയ, പുറപ്പാടിന് മുമ്പേ സഭ വർദ്ധിക്കണം. പുറപ്പാടിന് മുമ്പേ ഒരു എൻഡ് ടൈം ഹാർവെസ്റ്റ്, ഒരു അവസാന ശ്രമം എന്ന നിലയിൽ കൃപയുടെ വാതിൽ പൂട്ടുന്നതിന് മുമ്പേ ചില കുഞ്ഞുങ്ങൾ കൂടെ ജനിച്ചു വീഴും. അങ്ങനെ ജനിച്ചു വീഴണമെങ്കിൽ നോക്കേ, ഹല്ലേലൂയ, ഈ സ്ത്രീകൾക്ക് they have the power to give birth. അവർക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ആരോഗ്യമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. എന്താണെന്നറിയാം, ഈ ആനുവൽ പ്ലാനറ്റിൽ, നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മാൻ പ്രസവിക്കുന്ന സീൻ നടക്കുന്നിടത്ത് തന്നെ ദൂരെ ക്യാമറ കാണിക്കുന്നുണ്ട്, ഒരു സിംഹം പതിയിരിക്കുന്നുണ്ട്, ഒരു പുള്ളിപ്പുലി അവിടെ പതുങ്ങിക്കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ, ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കാണുന്നത്, പ്രസവിച്ച് കഴിയുന്ന ഉടനെ തന്നെ ഈ പുള്ളിപ്പുലി എഴുന്നേക്കുന്നു. ഇപ്പം തന്നെ ഇതിനെ പിടിക്കണം, പുറകെ ഓടുകയാ. പക്ഷെ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാം? ഇപ്പം പെറ്റിട്ട കുഞ്ഞ്, ഹല്ലേലൂയ, ഇപ്പം പെറ്റിട്ട കുഞ്ഞ് അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റ് ഓടുകയാ. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ഈ നൂറ്റാണ്ടിൽ ജനിക്കുമ്പോൾ തന്നെ ആത്മാവിൽ കുതിക്കുന്നതായി മാറണം. ആമേൻ. നമുക്ക് സമയം കുറവാണ് കേട്ടോ, നമുക്ക് സമയം കുറവാണ്. സഭയെ കർത്താവിൻ്റെ വരവെടുത്തു. ഈ നൂറ്റാണ്ടിൽ ജനിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി കുതിക്കുന്നതാകണം. പുറകെ വരുന്ന ശത്രുവിന് തൊടാൻ പറ്റാത്തവണ്ണം കുതിക്കുന്നതാകണം. അങ്ങനെയുള്ള ചിലതിനെ ജനിപ്പിക്കാനുള്ള ശക്തി വിനിയാട് ചർച്ച് പ്രാപിക്കട്ടെ, നമ്മുടെ ഓരോ സഭകളും പ്രാപിക്കട്ടെ. The church must have the power to give birth. ഈ നൂറ്റാണ്ടിൽ ചില മോശമാരെ, ഈ നൂറ്റാണ്ടിൽ ചില അസാധാരണ ദൈവപ്രവർത്തിക്ക് വേണ്ടിയുള്ള ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുള്ള, ജനിപ്പിക്കാനുള്ള ബലം ദൈവസഭകൾക്കുണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങൾക്കൊരു സാധാരണ ജീവിതം ജീവിച്ചാൽ പോരാ. ഈ നൂറ്റാണ്ടിൽ ഞങ്ങൾക്ക് ചിലതിനെ ജനിപ്പിക്കണം. അസാധാരണ അഭിഷേകത്തോട് ഗോൾഡൻ ഓയിലുമായി നിൽക്കുന്ന ചില ഒലിവ് വൃക്ഷങ്ങൾ ഞങ്ങളുടെ സഭയ്ക്കകത്തുണ്ടാകണം. ഞങ്ങളുടെ മക്കൾ, വചനം പറയുന്നു, അവർ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളാണെന്ന്. ഈ നൂറ്റാണ്ടിൽ ഗോൾഡൻ ഓയിൽ ക്യാരി ചെയ്യുന്ന ചില ഒലിവ് വൃക്ഷങ്ങൾ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ പണിയുന്ന ചില ഒലിവ് വൃക്ഷങ്ങൾ ഈ നൂറ്റാണ്ടിൽ എഴുന്നേറ്റ് വരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ജനിപ്പിക്കാനുള്ള ശക്തി. ഇയ്യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ. ഇയ്യോബ് 39-ാം അധ്യായത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? പാറയിലെ കാട്ടാടുകളുടെ പ്രസവം കാലം നിനക്കറിയാമോ? മാൻ പേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? ഇനി അടുത്ത വാക്യം, അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു, അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു. ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഇതൊരു പവർഫുൾ വേർഡാ കേട്ടോ.
ഇതൊരു പവർഫുൾ വേർഡാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ജനിപ്പാടായിരിക്കുന്നു, ജനിക്കാൻ ശേഷിയില്ല, ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഒത്തിരി പണി മുടങ്ങിക്കിടക്കുകയാ, ജനിക്കാൻ ശേഷിയില്ല. വിശ്വസ്ത പ്രവർത്തികൾ തികച്ചിട്ട് അടുത്തത് കൊയ്ത്തിന്റെ നാളാ, പക്ഷെ കൊയ്യാൻ പ്രാപ്തിയില്ല. 9 മാസത്തെ കാത്തിരിപ്പിന്റെ റിസൾട്ട് വന്നു, പക്ഷേ കയ്യിലെടുക്കുവാനുള്ള ബലമില്ല എന്ന് പറയുന്ന ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, കാട്ടാടിന്റെ ബലം ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാപിക്കണം. അപ്പുറത്ത് പതിയിരിക്കുന്ന സിംഹങ്ങളുണ്ട് കേട്ടോ, പക്ഷെ കാട്ടാടും മാൻപേടയും അത് കുനിഞ്ഞു പ്രസവിക്കുന്നു. ക്ഷണത്തിൽ വേദന മാറിയിട്ട് അത് ഓടാൻ തുടങ്ങുകയാ, അതിന്റെ പുറകെ അതിന്റെ കുട്ടി ബലപ്പെട്ട് ഓടാൻ പോകുകയാ. ഈ ജനറേഷനിൽ അങ്ങനെ ഉള്ള ചിലതാണ് നമുക്ക് വേണ്ടത്. കാട്ടിൽ ബലപ്പെട്ട് വളരുന്ന ചിലത് നമ്മുടെ സഭകളിൽ എഴുന്നേറ്റ് വരട്ടെ. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനം എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് രാത്രി ദൈവശബ്ദം മുഴങ്ങട്ടെ. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ, ഇന്ന് രാത്രി ചില മാൻപേടകൾ പ്രസവിക്കും. ഇന്ന് രാത്രി ചില കാട്ട് ആടുകൾ പ്രസവിക്കും. ഇന്ന് രാത്രി കൊല്ലാൻ വരുന്ന സൂതികർമ്മണികൾ വരുന്നതിന് മുമ്പ് ചില മോശമാർ ജനിക്കും. സഭകൾക്കകത്ത് ചില മോശമാർ ജനിക്കും. നാളെയുടെ പണി നടത്തുന്ന ചില അഭിഷക്തന്മാർ ജനിച്ചു വീഴും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതുണ്ടാകട്ടെ. പണി മുടങ്ങുവാനല്ല, യഹോവയുടെ കരം നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട്. സെരുബാബേലെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാർ അത് സമഭൂമിയാകാൻ പോകുക. എങ്ങനെ സമഭൂമിയാകുന്നത്? സൈന്യത്താൽ അല്ല കേട്ടോ, ശക്തിയാൽ അല്ല കേട്ടോ. ഒരു ഗോൾഡൻ ഓയിൽ നിന്റെ മേൽ ഒഴുകുക, ഒരു സ്വർണ്ണ നിറമുള്ള ഓയിൽ നിന്റെ മേൽ ഒഴുകുക, ഒരു പരിശുദ്ധാത്മാവിന്റെ ഓയിൽ നിന്റെ മേൽ ഒഴുകുക. ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ചാട്ട്. വേണ്ട കർത്താവ്, ഞങ്ങൾക്ക് ഒരു ഫേക്ക് ചെയ്യുന്ന അഭിഷേകം വേണ്ട, ഞങ്ങൾക്കൊരു പൊത്തൂരുത്ത് അഭിഷേകം വേണ്ട. 1-ാം നൂറ്റാണ്ടിൽ എന്തനുഭവിച്ചുവോ അത് ഞങ്ങളുടെ സഭകളിൽ ഈ ദിവസങ്ങളിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവേ, മാഷഖേനെ ലതുലെ ലാംഷൽക്കമാന, അല്പസമയങ്ങൾ വായ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. വലിയ ആത്മസാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ചില ദൈവമക്കളോടെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ പട്ടണങ്ങളിൽ നിങ്ങൾ മുട്ടുകുത്തുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. എതിരായിട്ടുള്ള രാജാക്കന്മാരോട് സ്വർഗം കൽപ്പിക്കാൻ പോകുക. എതിരായിട്ടുള്ള മോമെന്റ്സിനെ സ്വർഗം മഷഖേന രാംതാന ക്ലോസ് ചെയ്യുവാൻ, അതിനെ റദ്ദ് ചെയ്യുവാൻ, അതിനെ ക്യാൻസൽ ചെയ്യാൻ പോകുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്താട്ട്. മഷൽ ഖേൽ താല ലബ്ഷൽ കമാന, നിങ്ങളുടെ മുഖങ്ങൾ കണ്ടൊരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ഓരോ ഐഡിയയിൽ ഇരിക്കുന്ന നിന്റെ മക്കളുടെ മേലെ സാധാരണമാകുന്ന ഒരു ദൈവശക്തി പകരണം കർത്താവേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, ഈ നാളുകളിൽ മെത്തിവണ്ടി പോലെ നീ അവരെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്ന, താമ്രക്കഥകളെ തകർക്കുന്ന ചില ദൈവപ്രവർത്തികൾ ഈ നിന്റെ ജനത്തിനായി വെളിപ്പെടണം. യേശുക്രിസ്തുവിന്റെ ുള്ള നാമത്തിൽ കർത്താവ്, ഓരോ ഐഡിയയിലിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ സാധാരണമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത്തിയുടെ തലപ്പഴം ഭക്ഷിക്കുവാൻ, ഏറ്റവും ശ്രേഷ്ഠമായത് ജീവിതത്തിൽ പ്രാപിക്കുവാൻ, ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായത്, കൃപാവരങ്ങളുടെ ശ്രേഷ്ഠമായത് ഹല്ലേലൂയ പ്രാപിക്കുവാൻ നിന്റെ ജനത്തെ നീ ഒരുക്കിക്കാട്ടെ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുക, അടുത്ത ഒരു ജനറേഷനെ തയ്യാറാക്കുന്ന ഒരു നിയോഗമായിട്ട് ഈ നാളുകളിൽ നിൽക്കുവാൻ ചില മോശക്കുഞ്ഞുമാർ നിങ്ങളുടെ വീടുകളിൽ ജനിക്കട്ടെ. അടുത്ത ഒരു ജനറേഷനെ ഹല്ലേലൂയ ഒരുക്കിയെടുക്കുന്ന ഒരു തയ്യാറെടുപ്പുമായി ചിലർ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിയോഗം നൽകുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇതിനകത്തുള്ള ഓരോ യങ്സ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ഒരു വലിയ സ്പിരിച്വൽ കൊതി ഞങ്ങൾ പകർന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിൽക്കാനുള്ള ഒരു അസാധാരണ കൊതി അവരുടെ മേൽ പകരപ്പെടട്ടെ. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വലിയ കൊതി പകരട്ടെ. I pray for all the young people. മാഷഖേനി കർത്താവ്, നീ അവരെ തുടരണം കർത്താവ്. ഈ കാലഘട്ടത്തിലെ തിമോത്തിമാരായവർ മാറട്ടെ കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ. ഈ കാലഘട്ടത്തിലെ തിമോത്തിമാരെ മാറട്ടെ. ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ.
അങ്ങനെ സംഭവിച്ചിരിക്കാൻ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി സാധാരണ ദൈവശക്തി അടങ്ങി എൻ്റെ ഫിസിക്കൽ ബോഡി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില ഹീലിങ്ങുകൾ, ചില വിടുതലുകൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരട്ടെ. ആത്മാവിൽ ചിലർ പണിയപ്പെടുവാനിടയായി തീരട്ടെ. അഭിഷേകത്തിൻ്റെ അധികാരത്തോടുകൂടെ ചിലർ നിൽക്കുവാനിടയായി തീരട്ടെ. കാൽവരി രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ, ഇത്രയും സമയങ്ങൾ അനുവദിച്ചത് നൽകിയതിൽ താങ്ക് യു സോ മച്ച്.